ഇസ്രായേലിനെ നയിച്ച രണ്ട് വ്യക്തികളായിരുന്നു മോശയും യോശുവയും. യോശുവയുടെ നേതൃത്വത്തിൽ അവർ അനേകം യുദ്ധങ്ങൾ ജയിച്ചു. യോശുവയുടെ കാലശേഷം 6 ഇസ്രായേലിനെ നയിക്കുമെന്ന ചിന്ത ഇസ്രായേലിയർക്ക് ഉണ്ടായി. യോശുവയുടെ മരണശേഷം ഇസ്രായേൽ മക്കൾ, ഞങ്ങളിൽ ആരാകുന്നു കനാന്യരോട് യുദ്ധം ചെയ്യുവാൻ ആദ്യം പുറപ്പെടേണ്ടത് എന്ന് യഹോവയോട് ചോദിച്ചു. യഹൂദ പുറപ്പെടട്ടെ, ഞാൻ ദേശം അവൻ്റെ കയ്യിൽ ഏൽപ്പിച്ചിരിക്കുന്നുവെന്ന് യഹോവ കൽപ്പിച്ചു. ന്യായാധിപന്മാരുടെ പുസ്തകം 1-ാം അധ്യായം അതിൻ്റെ 1-2 വചനങ്ങൾ. എന്തുകൊണ്ടാണ് യഹോവ യഹൂദയെ തിരഞ്ഞെടുത്തത്? യഹൂദ എന്ന വാക്കിനർത്ഥം സ്തുതി എന്നാണ്. യഹൂദയുടെ ഗുണങ്ങളെക്കുറിച്ച് യാക്കോബ് ഉൽപ്പത്തി പുസ്തകം 49-ാം അധ്യായം 9 മുതൽ 12 വരെയുള്ള വാക്യങ്ങളിൽ വിശേഷിപ്പിച്ചിരിക്കുന്നു. യഹൂദ ദൈവത്തെ സ്തുതിക്കുന്നവനായിരുന്നു. ഇസ്രായേലിൽ യുദ്ധപ്രഖ്യാപനം വന്ന ഉടൻ ഇസ്രായേൽ ദൈവത്തോട് ആലോചന ചോദിച്ചു. യഹൂദ പുറപ്പെടട്ടെ എന്ന ദൈവത്തിൻ്റെ ഉത്തരവും വന്നു. ജീവിതത്തിൽ അപ്രതീക്ഷിതമായി പലതരത്തിലുള്ള യുദ്ധപ്രഖ്യാപനങ്ങളും ഉണ്ടാകാം. സാത്താനിൽ നിന്നും വിവിധ പരീക്ഷകളെ നേരിടേണ്ടി വരാം. പ്രതിസന്ധികളിൽ ദൈവത്തെ സ്തുതിച്ച് ഇരുമ്പ് ചങ്ങലകളെ ബന്ധിക്കണം. ദൈവ ആരാധനയിൽ തുറക്കാത്ത ഒരു വാതിലുമില്ല. യഹൂദ ഒരു ബാലസിംഹമാണെന്ന് മാത്രമല്ല, രാജകീയ സിംഹാസനം അവനിൽ നിന്നും ഉദ്ഭവിക്കുമെന്നും യാക്കോബ് യഹൂദയെ അനുഗ്രഹിച്ച് പറഞ്ഞു. രാജാതിരാജാവായി യേശു പിറന്നത് ആ വംശത്തിൽ നിന്നു തന്നെ. വീണ്ടും യാക്കോബ് പറയുന്നു, അവൻ മുന്തിരിവള്ളിയോട് ചെറുകഴുതിയെയും വിശിഷ്ട മുന്തിരിവള്ളിയോട് കഴുതക്കുട്ടിയെയും കെട്ടുന്നു. അവൻ വീഞ്ഞിൽ തൻ്റെ ഉടുപ്പും ദ്രാക്ഷാരസത്തിൽ തൻ്റെ വസ്ത്രവും അലക്കുന്നു. അവൻ്റെ കണ്ണ് വീഞ്ഞുകൊണ്ടും ചുമന്നും അവൻ്റെ പല്ല് പാലുകൊണ്ട് വെളുത്തും ഇരിക്കുന്നു. ഉൽപ്പത്തി പുസ്തകം 49-ാം അധ്യായം 11-12 വാക്യങ്ങൾ. ആരാണ് മുന്തിരിവള്ളി? ആരാണ് കഴുതക്കുട്ടി? തിരുവെഴുത്തുകൾ പറയുന്നു, ഞാൻ മുന്തിരിവള്ളിയും നിങ്ങൾ കൊമ്പുകളുമാകുന്നു. ഒരുത്തൻ എന്നിലും ഞാൻ അവനിലും വസിക്കുന്നു എങ്കിൽ അവൻ വളരെ ഫലം കായ്ക്കും. എന്നെ പിരിഞ്ഞ് നിങ്ങൾക്ക് ഒന്നും ചെയ്യുവാൻ കഴിയുകയില്ല. എന്നിൽ വസിക്കാത്തവനെ ഒരു കൊമ്പ് പോലെ പുറത്ത് കളഞ്ഞിട്ട് അവൻ ഉണങ്ങിപ്പോകുന്നു. ആ വക ചേർത്ത് തീയിലിടുന്നു, അത് വെന്ത് പോകും. നിങ്ങൾ എന്നിലും എൻ്റെ വചനം നിങ്ങളിലും വസിച്ചാൽ നിങ്ങൾ ഇച്ഛിക്കുന്നത് എന്തെങ്കിലും അപേക്ഷിപ്പീൻ, അത് നിങ്ങൾക്ക് കിട്ടും. യോഹന്നാൻ എഴുതിയ സുവിശേഷം 15-ാം അധ്യായം അതിൻ്റെ 5 മുതൽ 7 വരെയുള്ള വാക്യങ്ങൾ. യേശുവാകുന്ന മുന്തിരിവള്ളിയിൽ കഴുതകളാകുന്ന നമ്മെ കെട്ടിയിടണം. യേശുവിന് മാത്രമേ കഴുതയുടെ കെട്ടുകളെ അഴിപ്പാൻ പറ്റൂ. യേശുവിന് മാത്രമേ നാം ആകുന്ന നിന്നാപാത്രത്തെ മാനപാത്രമാക്കുവാൻ പറ്റൂ. യഹൂദ മുന്തിരിവള്ളിയോട് ചെറുകഴുതകളെയും കഴുതക്കുട്ടികളെയും കെട്ടിയെന്ന് പറയുന്നു. അതായത് യഹൂദയുടെ തലമുറകളും അനുഗ്രഹിക്കപ്പെടുമെന്ന് യാക്കോബ് പറഞ്ഞു. സാക്ഷാൽ മുന്തിരിവള്ളിയായ യേശുവിനോട് നമ്മെയും നമ്മുടെ കുഞ്ഞുങ്ങളെയും കെട്ടിയിടണം. ബാലൻ നടക്കേണ്ടുന്ന വഴിയിൽ അവനെ അഭ്യസിപ്പിക്കാം. അവൻ വൃദ്ധനായാലും അതിൽ നിന്നും വിട്ടുമാറുകയില്ല. സാക്ഷാൽ മുന്തിരിവള്ളിയാകുന്ന യേശുവിൻ്റെ തിരു രക്തത്താൽ നാം നമ്മുടെ വസ്ത്രം കഴുകണം. ആ രക്തം സകല പാപങ്ങളെയും മോചിപ്പിക്കും. യഹൂദ സ്തുതിക്കുന്നവനായിരുന്നു. യഹോവയാകുന്ന മുന്തിരിവള്ളിയോട് പറ്റുനിന്ന് വിശുദ്ധിയോടെ ജീവിക്കുന്നവനായിരുന്നു. ദൈവവചനം അനുസരിക്കുന്നവൻ ആയിരുന്നു. ജീവിതത്തിലെ യുദ്ധങ്ങൾ ജയിക്കണമെങ്കിൽ യേശുവാകുന്ന സാക്ഷാൽ മുന്തിരിവള്ളിയിൽ വസിക്കണം. യുദ്ധങ്ങൾ നേരിടുമ്പോൾ ദൈവം ഇന്നുവരെ നടത്തിയ വിധങ്ങൾ ഓർക്കണം. നാളെ നടത്തുവാൻ മതിയായവനാണെന്ന് ഉറച്ചു വിശ്വസിക്കണം. വചനം കേൾക്കണം, വചനം കൈക്കൊള്ളണം, വചനം വ്യാപിപ്പിക്കണം. അപ്പോൾ നാം ഏത് പ്രതിസന്ധിയിലും യുദ്ധങ്ങളിലും ദൈവത്തെ ഇടവിടാതെ സ്തുതിക്കുവാൻ ഇടയായിത്തീരും. ഈ വചനങ്ങളാൽ ദൈവം നമ്മെ അനുഗ്രഹിക്കുമാറാകട്ടെ. ആമേൻ. ഓർമ്മയുടെ മനോരഥത്തിൽ മായാത്ത ഓർമ്മയ്ക്കായി അരോമ മാട്രിമോണിയിൽ നിന്നും ജീവിത പങ്കാളിയെ കണ്ടെത്തൂ. നിങ്ങൾ ഒരു ക്രിസ്തീയ ജീവിത പങ്കാളിയെ അന്വേഷിക്കുകയാണോ? അതോ മക്കൾക്ക് അനുയോജ്യമായ ഒരു തക്ക തുണയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്ന വ്യക്തിയാണോ? എങ്കിൽ അരോമ മാട്രിമോണി നിങ്ങൾക്ക് വേണ്ടിയാണ്. ഇന്നു തന്നെ സൗജന്യമായി രജിസ്റ്റർ ചെയ്യൂ. അരോമ മാട്രിമോണിയുടെ പ്രത്യേകതകൾ: രജിസ്ട്രേഷൻ തികച്ചും സൗജന്യം. ലോകത്തെവിടെയുമുള്ള അനുയോജ്യമായ ക്രിസ്തീയ ജീവിത പങ്കാളിയെ തിരഞ്ഞെടുക്കാം. വിവാഹം നടക്കുന്നതുവരെ സർവീസ് ലഭിക്കുന്നു. ഏറ്റവും ചെറിയ പാക്കേജുകളും തിരഞ്ഞെടുക്കാം. അരോമ മാട്രിമോണി നിങ്ങൾക്കായി ഒരുക്കുന്നു വിവാഹം പരമാനന്ദം. ഇമെയിൽ aroma matrimony2020@gmail.com